ഞാൻ ഒരു സിഗരറ്റ് വലിച്ചോട്ടെ സാറേ? സാറിൻ്റെ കല്യാണം കഴിഞ്ഞാണോ? 15 വർഷം മുമ്പ് വൈഫ് മരിച്ചുപോയി. ഭാഗ്യവാൻ. സെറ്റ് വെച്ചിട്ട് പുറത്തൊന്നുമല്ല, ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം അയച്ചു തന്നെ. ആദ്യത്തെ 1-2 വർഷമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ തലവേദനയാ സാറേ. കേട്ടത് തന്നെ കേട്ട് എത്ര നാളെന്ന് വെച്ചാൽ ജീവിക്കുന്നത്. കൊല്ലണമെന്ന് വെച്ച് ചെയ്തതൊന്നുമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവളോട് ഉടക്കി സംസാരിക്കുന്നതന്നെ. അതിപ്പോൾ ഇങ്ങനെ ആക്ച്വലി അന്നെന്താ ചെയ്തതെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പറ്റിപ്പോയി. ഈ റിപ്പറുടെ തലയിടാനുള്ള ഐഡിയ എൻ്റെ തന്നെയാണ്. ഫോറൻസിക്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അതിപ്പോൾ ആരാന്ന് ചോദിക്കൊന്നും വേണ്ട, ഞാൻ പറയത്തില്ല. ഞാൻ ഫുൾ ഏറ്റല്ലോ. എന്താ ഇത്? ഞാൻ ഇത് അപ്പച്ചനുള്ള സ്റ്റാറാന്ന്. അമ്മച്ചി കിട്ടിയാലോ ശരിയാവുള്ളൂന്ന്. ഇറങ്ങിക്കേ. പ്രായം എന്തായിന്ന വിചാരം? ഇങ്ങ തന്നെ പിടിക്ക്. ഇറങ്ങിക്കേ. തോന്നുന്നു ചെറുമോള് കെട്ടിയാലേ അപ്പച്ചന് കൂടുതൽ സന്തോഷം. ഗ്രേസ് മോൾ, ഞാനൊരു കേസിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ കേസ് ഞാൻ കണ്ടുപിടിച്ച എവിഡൻസ് വെച്ചാ സോൾവ് ചെയ്തത്. ആര് കണ്ടുപിടിച്ചെന്ന്? ഓ, ഒന്ന് സഹായിച്ചു എന്ന് പറഞ്ഞേ. എപ്പോഴും ഇങ്ങനെ പറയണ്ട. പിടിക്ക്. ഓ, ഹലോ അൻവർ സാർ, പറയൂ. ജെനി ഫ്രീ ആണോ? ആ, അയ്യപ്പ സാർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി, ഫ്രീ ആണ്. ഒരു 7 PM ഞാൻ വരാം. ഓക്കെ, സ്റ്റേഷനിൽ. ഓക്കെ, ബൈ. അച്ഛമ്മ, എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോണം. അൻവർ സാർ വിളിച്ചിരുന്നു ആ കേസിന്റെ കാര്യത്തിന്. ഈ സന്ധ്യക്കോ? ഇപ്പൊ പോണ്ട. അങ്ങനെ പറയല്ലേ. ഞാൻ വലിയ ക്രൈം ജേർണലിസ്റ്റ് ആയ ആർക്കാ അതിന്റെ ക്രെഡിറ്റ്? സോപ്പ് മതി, പോയിട്ട് എളുപ്പം വാ. താങ്ക് യു. ഓക്കെ, ബൈ. നോക്കിക്കോണം. കൊണ്ടാ, ഞാൻ കെട്ടാം. വേണ്ട, ഞാൻ കിട്ടാം. വേണ്ട, കണ്ട നായർ കുട്ടികൾ കെട്ടിയാലേ അപ്പച്ചന് ഇഷ്ടാകിയല്ല. ഇങ്ങോട്ടോ, ഞാൻ തന്നെ കെട്ടിക്കണം.